ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റോളിക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്യൂട്ട് മിനി ഹാമ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്കൊരു 5x6 ഇഞ്ചസിൻ്റെ ഹാമ്പർ ബോക്സാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സമയം 9:57. ഓക്കെ, അപ്പോൾ ഒരു സിനിമയൊക്കെ വെച്ചിട്ട് ഞാൻ പ്രിൻറ്റിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓൾമോസ്റ്റ് നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് രാത്രി സമയങ്ങളിലാണ് എപ്പോഴും ഈ വർക്കിന് ഇരിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു A4 ഫ്രെയിമാണ് വേണ്ടത്. A4 ഫ്രെയിമും അതുപോലെ തന്നെ പോളറോയിഡ്സും ചോക്ലേറ്റ്സും പിന്നെ വിഷിംഗ് കാർഡും കൂടിയുള്ള ഒരു ഹാമ്പറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാം ഹാമ്പേഴ്സ്. അതല്ലാതെ നിങ്ങൾ ഏകദേശം എത്ര ബഡ്ജറ്റിൻ്റെയാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രെയിമിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ടാണ് കട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വലുതായി പോകും, അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായി പോകും. വലുതായാൽ നമുക്ക് വീണ്ടും അത് കട്ട് ചെയ്തിട്ട് ഷോർട്ടാക്കാം. പക്ഷേ എങ്ങാനും ചെറുതായി പോയാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ പ്രിൻ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് രാത്രിയാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ വിട്ട് കഴിഞ്ഞ ക്ഷീണവും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മുടെ ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ ഒരു അടിപൊളി ബിസിനസ് തന്നെയാണിത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഫ്രെയിം ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു സിനിമ നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ സിനിമ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കുറച്ച് മുമ്പെടുത്ത ക്ലിപ്പാണ്, അന്നാബൻ ആണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പോളറോയിഡ്സ് ആണ്. പോളറോയിഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. A4 പേപ്പറിൽ നമുക്ക് 9 പോളറോയിഡ്സ് ആണ് നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുക്കുക. അത്യാവശ്യം എന്താ പറയുക, സൈസുള്ള പോളറോയിഡാണ് കേട്ടോ. ഇനി മിനി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെയും ചെറിയ സൈസിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോളറോയിഡ്സൊക്കെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതും പറഞ്ഞ പോലെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എങ്ങാനും ഒന്ന് മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ആദ്യം മുതൽ പ്രിൻ്റ് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോളറോയിഡ്സും ഫ്രെയിംസും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മുടെ പാർട്ട്ണർക്കാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിനാണെന്നുണ്ടെങ്കിലും ലവറിനാണെന്നുണ്ടെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഗിഫ്റ്റ് തന്നെയാണിത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ പോളറോയിഡ്സും കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും വല്ലാണ്ട് മൈൻഡ് ആക്കണ്ട കേട്ടോ. നമ്മൾ കിട്ടുന്ന സമയത്ത് വെച്ചെടുക്കുന്ന വീഡിയോസും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ വിഷിംഗ് കാർഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കസ്റ്റമർ പറയുകയാണ് ഇന്ന വേർഡ്സ് ആണ് അല്ലെങ്കിൽ ഇന്ന കോഡ്സ് ആണ് വെക്കേണ്ടതെന്ന് പറഞ്ഞ് നമുക്ക് അയച്ചു തരികയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ വിഷിംഗ് കാർഡ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരെണ്ണം എന്താ പറയുക സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ഓക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ, അല്ല എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നവരെ നമ്മൾ എഡിറ്റ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആവുന്നത് വരെ നമ്മൾ ചെയ്തു തരും കേട്ടോ. അതല്ല ഇപ്പോൾ ആർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രെയിമാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ബർത്ത്ഡേ ആണോ ആനിവേഴ്സറി ആണോ അതുപോലെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നല്ലൊരു എന്താ പറയുക കോട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു മെസ്സേജ് പോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ആക്കും കേട്ടോ. അധികം നമ്മൾ പിൻട്രസ്റ്റും ബാക്കി കാര്യങ്ങളിലൊക്കെ റെഫറൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതാ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ചോക്ലേറ്റ്സിൻ്റെ, പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഫ്രെയിം, പോളറോയിഡ് ഫോട്ടോസ്, ഒരു വിഷിംഗ് കാർഡ്, പിന്നെ നല്ല അടിപൊളി ഒരു ക്യൂട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഹാമ്പർ ഉണ്ടല്ലോ, അതിലാണ് നമ്മളിത് വെക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഹാമ്പർ നമുക്ക് അഫോർഡബിൾ ആണ്. പിന്നെ അധികം നമ്മൾ ബാക്കിയുള്ള ഹാമ്പർ ബോക്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഭയങ്കര റേറ്റ് കൂടുതലാണ്. അതുമല്ല അത് പിന്നീട് നമുക്ക് വലിയ യൂസ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് വേസ്റ്റ് ഓഫ് മണി ആണെന്ന് തന്നെ പറയാം. പിന്നെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അധികം ഇതുപോലുള്ള ബോക്സസ് തന്നെയാണ് സജസ്റ്റ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ നല്ല റേറ്റ് കുറവിലാണ്. അപ്പോൾ ബോക്സിൻ്റെ ഇത് വലിയ ഇഷ്യൂ ഇല്ല. അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വുഡൻ ബോക്സിൽ, വുഡൻ അല്ല കാർഡ്ബോർഡ് ബോക്സ് ഇല്ലേ, അതിലും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളൊരു എന്താ പറയുക കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കും. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വിഷസോ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അട്രാക്റ്റീവ് ആക്കിയിട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത്. നമ്മുടെ പേജ് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ പേജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ പേജ് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. എന്താ പ്രശ്നം എന്നുള്ളത് എനിക്ക് എത്ര നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ആദ്യം മുതലൊരു പേജ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഓരോന്നും ഓരോ രീതിയിൽ വെച്ച് നോക്കുകയാണ് എങ്ങനെയാണ് സൂട്ടാവുക എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വെച്ചിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാറുള്ളത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. പിന്നെ എന്താ പറയുക ക്വാളിറ്റിയിലും ഒന്നും നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല രീതിയിൽ
നല്ല രീതിയിൽ നിങ്ങൾ തരുന്ന എമൗണ്ടിന് വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിലൊന്നും ആരും പേടിക്കേണ്ട. കുറേ പേര് ചോദിക്കാറുണ്ട്, നമ്മൾ പൈസ മുടക്കിയിട്ട് പൈസ നേരത്തെ ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്നൊക്കെ. അതിനുള്ള ട്രസ്റ്റ് ഇഷ്യൂവും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എത്തിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഡാമേജോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് റീഫണ്ട് ചെയ്യും, അതുപോലെ തന്നെ മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യും, ജെനുവിൻ ആയിട്ടുള്ള കേസസ് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ആദ്യം ഒരു രീതിയിൽ സെറ്റ് ചെയ്തു, പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു രീതിയിലും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് 2 രീതിയിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ കാണുന്നത് കേട്ടോ. ഇതിങ്ങനെ നമ്മളൊരു ബാക്കിലൊരു എന്താ പറയുക, നമ്മൾ ഡബിൾ സൈഡ് ടേപ്പില്ലേ, ആ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് ഗൈസ്. ബൈ ബൈ.